കൊച്ചി എളമക്കരയിൽ മകളെ കൊലപ്പെടുത്തി പിതാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ നടുക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 6 വയസ്സുള്ള കുഞ്ഞ് 1 വർഷത്തോളം പീഡനത്തിന് ഇരയായി എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഞെട്ടിക്കുന്ന വിവരം. മരണത്തിന് മണിക്കൂറുകൾക്ക് മുൻപും പീഡനമുണ്ടായി. സംഭവത്തിൽ പോലീസ് പോക്സോ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. Postmortem, there are some certain aspects of more offences, and we are investigating into it. അതിനകത്ത് ഇനീഷ്യലി ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഒന്നും ഇല്ലായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിലൂടെയാണ് പോലീസിന് കൂടുതലായിട്ട് വിവരങ്ങൾ മനസ്സിലായത്. വിവരങ്ങളുമായി ഇപ്പോൾ വിഷ്ണു സുരേഷാണ് ചേരുന്നത്. വിഷ്ണു, എന്തെങ്കിലും വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ടോ പോലീസ് അന്വേഷണത്തിൽ? രമേശ്, പോലീസിന് കഴിഞ്ഞ ദിവസമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചത്. അതിന് പിന്നാലെയാണ് പോക്സോ രജിസ്റ്റർ ചെയ്തത്. ജനുവരി 16-ാം തീയതിയാണ് കുട്ടിയെയും പിതാവിനെയും മരിച്ച നിലയിൽ വാടക വീട്ടിൽ കണ്ടെത്തുന്നത്. തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ മുറിപ്പാടുകൾ കണ്ടെത്തിയത്. തുടർന്ന് ഗൈനക്കോളജിസ്റ്റിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൈമാറി. അതിലാണ് കുട്ടി 1 വർഷത്തോളമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്ന ഗുരുതരമായ കണ്ടെത്തൽ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഗൈനക്കോളജിസ്റ്റ് അനലൈസ് ചെയ്തു. അതിന് പിന്നാലെ പോലീസിന് കൈമാറുകയും ചെയ്തു. ഈ മരണപ്പെടുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പും കുട്ടി ഇത്തരത്തിൽ ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ആരാണ് പീഡിപ്പിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും വന്നിട്ടില്ല. കുട്ടിയുടെ അമ്മയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. അമ്മയ്ക്ക് പീഡനവുമായി ബന്ധപ്പെട്ട് വിവരമില്ല എന്നാണ് പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. ഇതിൽ ഇനിയിപ്പോ ഏറ്റവും നിർണായകമാകുക അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകളും അതോടൊപ്പം തന്നെ അവിടെ CCTVകളും കേന്ദ്രീകരിച്ചുള്ള പരിശോധനയായിരിക്കും. ഈ മെഡിക്കൽ പരിശോധന ഒരല്പം ശ്രമകരമായ ദൗത്യമാണ്. കാരണം കുഞ്ഞ് മരിച്ചുപോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുഞ്ഞിന്റെ ഒപ്പം അന്നുണ്ടായിരുന്ന അച്ഛനും മരിച്ചുപോയി. അതുകൊണ്ട് മെഡിക്കൽ പരിശോധന ഒരല്പം ശ്രമകരമായ ദൗത്യമാണ്. അതിനപ്പുറത്ത് ഈ സാഹചര്യ തെളിവുകളും CCTV അതോടൊപ്പം തന്നെ മൊബൈൽ ഫോണുകളൊക്കെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്കായിരിക്കും പോലീസിനെ കടക്കുക. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.